അറിയിക്കുവാൻ അതിയായ സന്തോഷമുണ്ട്. ഏറെ ഹൃദയം നിറയുന്ന സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ നിൽക്കുന്നത്. അതിനേറെ കാരണങ്ങളുണ്ട്. വാസ്തവത്തില് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അനേക വർഷങ്ങൾക്ക് മുൻപ് എന്റെ പിതാവ് ഇതേ സ്ഥലം സഭയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരെയും നേരിട്ട് അറിയില്ലെങ്കിലും ഹൃദ്യമായ സ്നേഹബന്ധത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നമ്മൾ തുടർന്നുള്ള സെഷൻസിലെല്ലാം കർത്താവിൽ ആശ്രയിച്ച് ഒരു പ്രത്യേകമായ വിഷയത്തിലാണ് നമ്മുടെ പ്രകാശം ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ 24-25 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. Is going to be based upon Hebrews chapter 10 and verse 24 and 25. മലയാളത്തിൽ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, ശേഷം ഇംഗ്ലീഷിൽ വായിക്കും. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാണ്. Let us consider how to stir up one another to love and good works, not neglecting to meet together as is the habit of some, but encouraging one another, and all the more as you see the day is drawing near. ഒരു പ്രസംഗം എന്നതിലുപരി വരുന്ന സെഷൻസിലെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ശാന്തമായി ഒരു സഭയായി ഇരുന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. And I do not want this to be just a sermon, but rather as a church we together meditate upon the word that God is giving us. ഈ 24-ാം വാക്യം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ഫ്രേസ് ഉണ്ട്, അല്ലെങ്കിൽ യൂസേജ് ഉണ്ട്, ഒരു പദമുണ്ട്. അതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. And there's a phrasing that is used in verse 24 that we will be looking as the key to our subject. അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. We will read not neglecting to meet together. അപ്പൊ നമ്മുടെ വിഷയം ഇത് തന്നെയാണ്, സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. So the theme for today is not to neglect the meeting together of the church. നമുക്കറിയാം സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വേദപുസ്തകത്തിൽ നമുക്കറിയാം. We know what is the definition of church. പ്രവർത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Acts of Apostles chapter 2 verse 47. അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. And we read that God added day by day those who have been saved. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. Those who are getting saved, they are being added to the church. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. And the church is the group of people who are saved. നമുക്കറിയാം മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Matthew chapter 16 verse 18, നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. the Lord said, I will build my church and the gates of hell will not prevail against it. അങ്ങനെയാണെങ്കിൽ കർത്താവ് സഭയെ പണിയുന്നു. That's the case, then the Lord is building the church. ഈ സഭയുടെ പണി ആരംഭിച്ചത് എന്നാണ് നമുക്കറിയാം. We know when this building began. അതായത് നമുക്കറിയുന്ന പോലെ പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ സഭയുടെ പണി സാർവത്രികമായി യൂണിവേഴ്സലായിട്ട് ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. On the day of Pentecost, the church started to be built and the Lord is building it. അന്നു മുതൽ ഇന്നു വരെ, ഇനി കർത്താവിന്റെ വരവ് വരെ ഈ സഭയുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് വാസ്തവത്തിലുള്ള വിഷയം. And this building work is going on from the day of Pentecost till the Lord comes. എന്നാൽ ഈ സഭയ്ക്കുള്ള പ്രമാണങ്ങള് ആദിമ സഭ എന്ത് ചെയ്തു എന്നതൊക്കെ വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. And we hear the history of this
church building in the book of Acts. Acts and the commandments of the assembly, it is in the epistles. And the commandments, rules of the assembly are mentioned in the epistles. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ദൈവത്തിന്റെ സഭ എങ്ങനെ പോകണം എന്നുള്ള വിഷയമാണ്. So all of these things tell us how the church is to function. ഞാൻ മുമ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുക, എല്ലാം നമ്മളൊന്ന് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുക. And we are going to enter into those topics. നമുക്ക് ഈ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നതുകൊണ്ട്, and because in Hebrews 10:24 it says we should not neglect the meeting together of the church. നമ്മൾ ഈ സ്റ്റഡിയെ ആദ്യം ചിന്തിക്കുന്നത് ദൈവസഭയുടെ യോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. So first thing we are going to think about is what are the meetings of the church. നമുക്ക് അറിയാം അതെന്തൊക്കെയാണ്, നമുക്കറിയാം. പക്ഷെ വേദപുസ്തകം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. And we are going to base it upon scriptures. What are the meetings of the church? ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറയട്ടെ. Let me preface this topic. ഈ സഭായോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാം ചിന്തിക്കുന്നുണ്ട്. We are thinking what are the meetings of the church? എന്തിനാണ് സഭായോഗങ്ങളെ കുറിച്ച് ബുക്ക് ഓഫ് ആക്ട്സിൽ തന്നെ രേഖപ്പെടുത്തിയതെന്നും നമ്മൾ ഓർക്കാനായിട്ട് പോകുന്നുണ്ട്. We are also going to think why the church initial foundations are mentioned in the book of Acts. ഈ സഭായോഗങ്ങൾക്ക് പോകേണ്ടതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. We are going to think about why should the church gather together. നമ്മൾ സഭായോഗത്തിന് പോയില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്നും സമയമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. And what will happen? What are the consequences of neglecting these meetings? നമ്മൾ ഇങ്ങനെ ആരംഭിക്കാം. ദൈവസഭയുടെ യോഗങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ്? Let's begin with what are the meetings of the church. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 42-ാം വാക്യത്തിലാണ്. This is in Acts chapter 2 and verse 42. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 42-ാം വാക്യത്തിലാണ്. And in verse 42 of chapter 2 of Acts. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We read that they devoted themselves to the apostles' teaching and fellowship and to the breaking of bread and prayers. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് ഒരു സ്ഥലം സഭ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ടുന്ന യോഗങ്ങളെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുകയാണ്. Here we clearly see what are things the initial church used to gather together for. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ളതാണ്. First thing is for apostles' teaching. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What do we mean by apostles' teaching? ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അന്നത്തെ വിഷയത്തിൽ പറഞ്ഞാലും അത് ബൈബിൾ സ്റ്റഡിയാണ് വാസ്തവത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത്. And what it means in today's terms would be a Bible study. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ഒരു സ്ഥലം സഭയുടെ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ കുറയുന്ന 2 യോഗങ്ങളാണ് പൊതുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. And in these days we see that the least amount of population is found in 2 meetings. ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഉള്ള കാര്യം പറയാനായിട്ട് സാധിക്കുമല്ലോ. So I do not know how it is here, but we will look at how it is in general. സാധാരണയായിട്ട് ഒന്ന് സഭായോഗത്തിന് ഏറ്റവും ആള് കുറയുന്നത് ബൈബിൾ സ്റ്റഡിക്കാണ്. രണ്ടാമതായിട്ട് പ്രാർത്ഥനാ യോഗത്തിന് അത്രയും പോലും ആള് വാസ്തവത്തിൽ വരാറില്ല എന്നുള്ളതാണ്. Usually the least population is found in the Bible study first and even lesser in the prayer meeting. വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ചിന്തിക്കുന്നത് ആരാധനയ്ക്ക് വന്ന് കർത്താവിന്റെ മേശ എടുത്താൽ എല്ലാ കാര്യങ്ങളുമായി എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. There is a wrong thinking in our midst that if you just come on Sunday and take part in the worship meeting, then all the things are done. വാസ്തവത്തിൽ നിങ്ങൾ ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം ഒന്ന് നോക്കിക്കേ. Just look at verse 42. അവിടെ നമ്മൾ വായിക്കുന്നു, ആദ്യം അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുക എന്ന ബൈബിൾ സ്റ്റഡിയെ പറ്റി പറയുന്നു. The first thing mentioned is the apostles' teaching. രണ്ടാമതായിട്ട് കൂട്ടായ്മ ആചരിച്ചു, അതായത് കൂട്ടായ്മ യോഗങ്ങൾ. നമ്മൾ അതിലേക്ക് പിന്നീട് വരും. The second is fellowship. മൂന്നാമതായിട്ടാണ് അപ്പം നുറുക്കുക എന്ന് പറയുന്ന ആരാധനാ യോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. Then third one is the breaking of bread, which is what happens. ഓർക്കുക,
ദൈവവചനം പഠിക്കുന്നു. So the teaching of God's word, കൂട്ടായ്മ യോഗങ്ങൾക്ക് ഒരുമിച്ച് ഹൃദ്യമായിട്ട് വരുന്നു. the fellowship meetings, വീണ്ടും ആ സ്നേഹത്തിൽ ഒരുമിച്ചിരുന്ന് അപ്പം നുറുക്കുന്നു. and in that same love breaking the bread. അങ്ങനെ അപ്പം നുറുക്കിയവരാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരേണ്ടത്. And such people are the ones who come together for prayer. ഞാൻ തുറന്നൊരു കാര്യം പറയട്ടെ. Let me say one thing openly. മനഃപൂർവമായിട്ട് ദൈവവചന പഠനത്തിന് വരാതിരിക്കുകയും And if we purposefully neglect the Bible study, മനഃപൂർവമായിട്ട് ദൈവസഭയുടെ യോഗങ്ങൾക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക്, and if we willingly do not interest in these meetings, ആ വ്യക്തിക്ക് ആരാധനാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലത്. such members should think whether they are worthy to take part in the worship meeting. എന്നിട്ട് വേണം പ്രാർത്ഥനാ യോഗത്തിന് വരാനായിട്ട്. And then you are eligible to come for the prayer meeting. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ധാരണ ആദ്യം തന്നെ തിരുത്തിക്കോണം. ദൈവസഭയുടെ എല്ലാ യോഗങ്ങൾക്കും പ്രാധാന്യമുണ്ട്. Every meeting of the church has an importance. അതന്നെയുമല്ല, ഈ ദൈവവചന പഠനത്തിനും കൂട്ടായ്മ യോഗത്തിനും വരാതെ ആരാധനയ്ക്ക് മാത്രം വരുന്ന ഒരാളെ ദൈവവചന പ്രകാരം തെറ്റെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവസഭയുടെ എല്ലാ യോഗങ്ങൾക്കും എല്ലാ വിശ്വാസികളും നിർബന്ധമായും വരേണ്ടതാണ്. A person who does not come to the Bible study meeting or the fellowship meeting but only interested in the breaking of bread, such person he has to look at himself. നമ്മൾ ചിന്തിച്ച വേദപുസ്തക വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ And in Acts chapter 2, അവിടെ നാം വായിക്കുന്നു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുവെന്ന ബൈബിൾ സ്റ്റഡിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. so let's look at the first meeting, the apostles' teaching or the Bible study. എന്തിനാണ് ഒരു സ്ഥലം സഭയുടെ ബൈബിൾ സ്റ്റഡിക്ക് പോകണമെന്ന് പറയുന്നത്? Why should the church gather for the Bible study? അതിന് നിരവധിയായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. There are many answers given in the scriptures. ഒരു വാക്യം ഞാൻ പറഞ്ഞു പോയിട്ട് ഒരു വാക്യത്തിലേക്ക് ശ്രദ്ധയൊന്ന് തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. I just mentioned one verse. ഒന്ന് പറഞ്ഞു പോയിട്ട് മറ്റൊന്നിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് കൊടുക്കാം. I just read one verse and then we will turn to another one. നാം 119-ാം സങ്കീർത്തനത്തിന്റെ 105-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Psalm 119 verse 105, 119-ന്റെ 105-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Psalm 119 verse 105. ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Your word is a lamp to my feet and a light to my path. അതായത് ഈ അന്ധകാരമയമായ ലോകത്തില് ഒരു വിശ്വാസിക്ക്, ഒരു സ്ഥലം സഭയ്ക്ക് ശരിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവവചനത്തിന്റെ പഠനം സഭയായിട്ട് ഏറെ ആവശ്യമുള്ള വിഷയമാണ്. For the church, it is very important for every member to study the word because that is going to take us in a world of darkness. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ. Let me ask this question. നമ്മുടെ ചെറിയ സ്ഥലം സഭയായിട്ടാണ് കാണപ്പെടുന്നത്. We are a very small church. എന്റെ സ്ഥലം സഭയും വളരെ ചെറിയൊരു സ്ഥലം സഭ. My home church is also a small church. ചെറുതോ വലുതോ എന്നുള്ളതിലല്ല വിഷയം. It's not whether it's a small or a big church. അത് വലുതാകട്ടെ ചെറുതാകട്ടെ, ഒരു സഭയിലുള്ള എല്ലാ വിശ്വാസികളും നിർബന്ധമായും ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് സഭ നടത്തുന്ന ബൈബിൾ സ്റ്റഡിയിലേക്ക് വരേണ്ടതാണ്. Every member of the church should be coming to the Bible study meeting. എന്നാൽ മാത്രമേ ആ സഭയിലെ വിശ്വാസികൾക്ക് അന്ധകാരമായ ഈ ലോകത്തില് ശരിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. Only then in this world of darkness there will be light to go through. ഒരു സഭയുടെ വചനപഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ചൂണ്ടിക്കാണിച്ച് മുൻപിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I want to go forward to a portion which describes the importance of the scripture in a church. നോക്കിയ 1 തിമോഥെയോസ് 1 Timothy chapter 4 4-ാം അധ്യായം 1 Timothy chapter 4 അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു സഭയ്ക്ക് വചന പഠനം ആവശ്യമാണെന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. and in verse 16. Verse 16. 1 Timothy chapter 4 and verse 16. അവിടെ നമുക്ക് ഒരു സഭ എന്തുകൊണ്ട് വചന പഠനത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിന്റെ കാരണമാണ് കാണുവാൻ സാധിക്കുക. And in this verse we find the reason why a church needs to give importance to the study of God's word. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം മലയാളത്തിൽ പറ്റുന്നവർ എന്നോട് ചേർന്നൊന്ന് വായിക്കുന്ന സന്തോഷമാണ്. പിന്നീട് നമുക്ക് ഇംഗ്ലീഷിൽ അത് വായിക്കാം.
1 Timothy chapter 4 verse 16. എന്നോട് ചേർന്ന് വായിക്കാൻ പറ്റുന്നവർ വായിക്കുന്ന നല്ലതാണ്. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ നീ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവനെയും രക്ഷിക്കുമെന്ന് നമ്മൾ വായിക്കും. Verse we read, keep a close watch on yourself and on the teaching. Persist in this, for by doing so you will save both yourself and your hearers. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒരു സഭയായിട്ടുള്ള വചന പഠനത്തിന്റെ ആവശ്യമുണ്ട്. And if a church has to stand strong, then it needs to have study of God's word. ഈ നാളുകളിൽ പലയിടങ്ങളിൽ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And in these days, പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യം, this thing is mentioned many places. അതായത് പല ആളുകളും പറയുന്ന ഒത്തിരി ആഴത്തിലെ പഠനമൊന്നും വേണ്ട, ഉപദേശത്തിന്റെ പഠനമൊന്നും അധികം വേണ്ട, ഡോക്ടറൽ സ്റ്റഡി അധികം വേണ്ട എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. These days people tend to say that we do not need too much of doctrine study. പ്രാക്ടിക്കൽ മാത്രം മതി എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. Only let us know about practical living. പ്രാക്ടിക്കൽ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. I'm not saying that practical is not important. പ്രാക്ടിക്കൽ സ്റ്റഡിയോട് പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വേദപുസ്തകത്തിന്റെ ഡോക്ടറൽ സ്റ്റഡി എന്ന് പറയുന്നത്. Just like practical study, there is much more importance for the doctrinal study. ഈ പ്രാക്ടിക്കൽ സ്റ്റഡി ആവട്ടെ ഡോക്ടറൽ സ്റ്റഡി ആവട്ടെ അത് വരുന്നത് വ്യക്തി ജീവിതത്തിന് മുൻപേ സഭാതലത്തിൽ സഭയായിട്ട് അത് പഠിക്കാനായിട്ട് സാധിക്കണം. And whether it's practical study or doctrinal study, the church must be able to come together to study it. അതിനാണ് വേദപുസ്തകത്തിന്റെ ക്രമം തരുമ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന ബൈബിൾ സ്റ്റഡിയുടെ പ്രാധാന്യം സഭയ്ക്കുണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. And that is why the very first meeting that they talk about is the apostles' teaching. ആ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ, 16ാം വാക്യം 1 Timothy chapter 4 verse 16 ലേക്ക് ഒന്ന് വന്നേ. 1 Timothy chapter 4 verse 16. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, തിമോഥെയോസിനോട് പറയുകയാ, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം, പിന്നെ നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം. It says to keep a close watch on yourself and on the teaching. എന്തിനാണ് സൂക്ഷിക്കുന്നത്? സൂക്ഷിക്കുന്നത് രണ്ട് കാര്യത്തെ കാണിക്കുന്നു. Why do we need to keep a close watch? ഒന്ന്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിലയുള്ളതിനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. Something that is very costly, that is what we keep a close നമ്മുടെ watch. കർത്താവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. And the church has been bought by the blood of Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ വില നമുക്ക് ഒരിക്കലും ചിന്തിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. We cannot imagine the cost of the blood of Christ. അപ്പോൾ നമ്മുടെ സഭകൾ സൂക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അതിനെ വിലയുള്ളതായി ദൈവം കാണുന്നുവെന്ന് നാം ആദ്യം തന്നെ മനസ്സിലാക്കിയെങ്കിലേ സാധിക്കത്തുള്ളൂ. We have to keep a close watch on the church. We must realize the value of that. അത് തന്നെയുമല്ല, ഒരു കാര്യമുണ്ട്, ദൈവസഭയെ നശിപ്പിക്കുന്ന അനേക ഫോൾസ് ഡോക്ട്രിൻസ്, തെറ്റായ ഉപദേശങ്ങള് എല്ലാ കാലഘട്ടത്തിലും സഭയ്ക്കെതിരെയുണ്ട്. And there are always false doctrines that are working against the church of God. നമുക്കറിയാം, ക്രിസ്തുവിലെല്ലാം കർത്താവ് തന്നെയും പലയിടങ്ങളിൽ അതിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ, സ്ട്രിക്റ്റ് വാർണിംഗ്സ്, സ്ട്രോങ് വാർണിംഗ്സ് അതിനെതിരെ തരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. And we see in the epistles there are strong warnings given against false doctrine. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാ, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കണം, നിന്നെ തന്നെ നീ സൂക്ഷിക്കണം എന്നുള്ളത്. Here Paul is telling Timothy to keep a close watch. നിന്നെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് പേഴ്സണൽ ക്രിസ്ത്യൻ ലൈഫാണ്, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ്. Keeping a close watch on yourself refers to the practical Christian life. ഉപദേശത്തെ സൂക്ഷിക്കുക എന്നുള്ളത് ഡോക്ടറിലി വരുന്ന ഒരു സഭ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടുന്ന വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. And the teaching represents the close watch on the doctrine of the church. അത് സൂക്ഷിക്കുക മാത്രമല്ല, അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. And not just keeping a close watch, but to persist. അങ്ങനെ ചെയ്താൽ മാത്രമേ സഭ എന്ത് ചെയ്യത്തുള്ളൂ? തന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നമ്മെ തന്നെയും രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. Only if we do this, then the church will be able to save both themselves and also their hearers. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നിന്നെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവനെയും രക്ഷിക്കണം അല്ലെങ്കിൽ രക്ഷിക്കുമെന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ വിഷയമായി നമുക്ക് കാണുവാൻ കഴിയുക? So what
What is the meaning of this saving yourself and your hearers? ഇത് വാസ്തവത്തിൽ ആത്മരക്ഷയുടെ കാര്യമല്ല, നമ്മുടെ സാൽവേഷന്റെ കാര്യമല്ല. This phrase is not referring to the salvation of our soul. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് നിത്യജീവനുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. Those who believe in the Lord Jesus Christ, they have eternal life. സഭയിലുള്ളവർ രക്ഷിക്കപ്പെട്ടവരാണ്. All those inside the church, they are saved. നാം ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 47 ൽ വായിച്ചതുപോലെയും മനസ്സിലാക്കിയതുപോലെയും In Acts chapter 2, we see that those who are saved, they are added to the church. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. Those who are saved, they are the church. പിന്നെ രക്ഷിക്കപ്പെട്ടവരോട് എന്തിനാണ് നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നിന്നെയും രക്ഷിക്കുമെന്ന് പറയുന്നത്? Then in this group, why does it say, for by doing so you will save both yourself and your hearers? അതിന്റെ ഉത്തരം ഇതാ, false doctrines, തെറ്റായ ഉപദേശങ്ങൾ വന്നാൽ ദൈവത്തിന്റെ സഭയ്ക്ക് ഉപദേശത്തിൽ ഉറപ്പില്ലെങ്കിൽ ആടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. The reason is because if false doctrines arise, then if there is no strong Bible study, then there will be no stability inside the church. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, ഇരുമനസ്സുള്ള മനുഷ്യൻ, രണ്ട് മനസ്സുള്ള മനുഷ്യൻ, ഉറപ്പില്ലാത്ത മനുഷ്യൻ, അവൻ യാതൊരു സ്റ്റെബിലിറ്റിയും അസ്ഥിരനാകുന്നു എന്ന് പറയുന്നത്. That's why we see about a person who is double-minded, who is unstable in all his ways. ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്. And there are many of such nature in our midst. നമുക്ക് ശരിയായിട്ടുള്ള ഉപദേശം സഭകൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമ്മുടെ സന്തോഷമാണ്. We have right doctrines that we have received. പക്ഷെ പലപ്പോഴും ചിലതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ആൾക്കാർ പറയാറുണ്ട്, അതും ശരിയാ, ഇതും ശരിയാ, എല്ലാം ശരിയാണെന്ന് പറയുന്നവരുടെ കൂട്ടം നമ്മുടെ ഇടയിലും പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. And the number of people who are having the views that that is also right, but this is also right. Everything is right in its own way. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉപദേശം ശരിയായിട്ട് അറിയാതെ ഇരുന്നാൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത വിശ്വാസ കാര്യങ്ങളിൽ ദൈവജനത്തിന് ഉണ്ടാകാതെ വരും എന്നുള്ളത്. That is why if we do not have this close watch on the doctrine, then there would not be stability inside the church. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് വ്യക്തമാണ്. Paul is telling Timothy clearly. നീയും നിന്റെ സ്ഥലം സഭയും ഉപദേശത്തിൽ നിലനിൽക്കാതിരുന്നാൽ, ഉപദേശം അറിയാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ദുരുപദേശക്കാരുടെ മുൻപിൽ നിൽക്കാനായിട്ട് കഴിയാതെ വരും. And if you do not keep yourself close watch on your teaching, then you would not be able to stand. എന്നാൽ ഈ ഉപദേശത്തിന്റെ പഠനം എവിടെയാണ് സംഭവിക്കുന്നത്? So where is this teaching happening? ഈ ഉപദേശത്തിന്റെ പഠനം സഭകൾക്കുള്ളിലാണ് സംഭവിക്കുന്നത്. This teaching is happening inside the church. നമുക്കറിയാം, ആദിമ കാലഘട്ടം മുതൽ പഠിച്ചു നോക്കിയാൽ If you look at the history, ദൈവത്തിന്റെ സഭയ്ക്ക് വചനം പഠിപ്പിക്കാനുള്ള ബൈബിൾ ടീച്ചേഴ്സിനെ ഉപദേഷ്ടാക്കന്മാരെ സ്വർഗം കൊടുത്തിട്ടുണ്ട്. the church has always been given the people, the gifts who teach the scriptures. എസ്പെഷ്യലി നമ്മൾ ആദിമ സഭയെ മാത്രം ഒന്ന് നോക്കിക്കേ. Just look at the first church. എനിക്ക് ആ സഭയോട് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് സ്നേഹത്തില്. I have often felt jealous of that first century church. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Why? അവിടെ കർത്താവിൽ നിന്ന് പഠിച്ച് പ്രാപിച്ച അപ്പോസ്തലന്മാരാണ് യെരുശലേം സഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. Because the very apostles who received the teaching directly from Jesus, they were the ones who taught the church. ഓരോ ദൈവസഭയ്ക്കും പ്രാദേശിക സഭയ്ക്കും വചന പഠനം നിർബന്ധമായും ഉണ്ടാകണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. And the Lord desires that every local church must have a Bible study. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കും? കേൾക്കുന്നതെല്ലാം ശരിയാണെന്നും ജീവിതത്തില് സ്റ്റെബിലിറ്റി ഇല്ലാതെ ദൈവത്തിന്റെ സഭ ഉഴന്നു പോകാനായിട്ട്, വലഞ്ഞു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുൻപിൽ ഉണ്ടെന്ന് മറക്കരുത്. Otherwise, do not forget that the situation is such that if this is not there, then the church can be swayed by all the various doctrines that we hear outside. ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ, ദൈവസഭയുടെ ഉപദേശ പഠനത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ കൊച്ചു സഭകൾ കൊടുക്കുന്നുണ്ട്? The small churches, how much importance do we give to the study of God's word? ഈ ദൈവവചന പഠനത്തിന് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് പറയുമ്പോൾ നിശ്ചയമായും പോകാത്തൊരു വിശ്വാസി ദൈവസന്നിധിയിൽ കുറ്റക്കാരൻ തന്നെയാണ്, കുറ്റക്കാരി തന്നെയാണ്. A member of the church who does not go to the Bible study meeting is definitely in fault. മനഃപൂർവ്വമായി പോകാതിരിക്കുന്ന വിഷയം, Purposefully, willingly neglecting ചില it. പ്രത്യേകമായ സാഹചര്യങ്ങളിൽ
ദൈവത്തിന്റെ മുൻപാകെ ശരിയാണെന്ന് ബോധ്യമുള്ള വിഷയങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. I'm not talking about some special circumstances. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനായിട്ട് പറ്റുമോ? നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് പോകുന്നുണ്ടോ? പോകാത്തതിന്റെ കാര്യം ദൈവസന്നിധിയിൽ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുമോ? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതാണ്. And we must observe and introspect ourselves that if we are neglecting or not going to the Bible study, do we have a justifiable reason for that? നമ്മുടെ വിഷയം പറക്കണ്ട. Hebrews chapter 10 verse 24 സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. In Hebrews 10:24 we see to not neglect the church meeting. അതിൽ ഏതൊക്കെയാണ് സഭായോഗങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ബൈബിൾ സ്റ്റഡി ആണ് എന്ന് അപ്പോസ്തല പ്രവൃത്തി 2:42 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായി. What all meetings are there that we studied in Acts 2 and verse 40. അവിടെ നമ്മൾ ഒന്നുകൂടെ വായിക്കാം ആ ഭാഗം. അവിടെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് സഭയുടെ യോഗങ്ങൾ എന്നുള്ള വിഷയത്തിൽ. And we'll look at the second meeting of the church in verse 42 of Acts 2. അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു, അത് ബൈബിൾ സ്റ്റഡിയാണ്. First is apostles' teaching, that's Bible study. രണ്ടാമത്തേത് കൂട്ടായ്മ ആചരിച്ചു എന്നുള്ളതാണ്. The second meeting is the fellowship. എന്താണ് ഈ കൂട്ടായ്മ ആചരിച്ചു അല്ലെങ്കിൽ കൂട്ടായ്മ യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? What is the meaning of fellowship meeting? ഈ പറയുന്ന ബൈബിൾ സ്റ്റഡിക്ക് മാത്രം പോയാൽ മതിയോ? Is it just the Bible study that is important? അത് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മറിച്ച് ഈ പറയുന്ന കൂട്ടായ്മ യോഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. It's not just the Bible study meeting that is important, even the fellowship meeting. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാദേശിക സഭയുടെ കൂട്ടായ്മ യോഗങ്ങൾ ഏതൊക്കെയാണ്? In the local church, what all are the fellowship meetings? നമുക്ക് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. We all have experience in that. ഈ സ്ഥലം സഭയോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടായ്മ യോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറയട്ടെ. Also not come to my meeting. നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും ഒരു വാക്കിൽ ഒന്ന് പരിശോധിച്ചാൽ അവിടെ എല്ലാം വർദ്ധിക്കുന്ന സ്നേഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. And in every meeting we need to see the love that is increasing. എന്തിനാ സൺഡേ സ്കൂള്? Other than that, why do we have Sunday school? എന്തിനാ സൺഡേ സ്കൂള്? What's the need of Sunday school? ഈ വചനം പഠിക്കണം എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. It's not just about learning scripture. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരെ പോലെ ചിലര് ഈ ലോകത്തിലുണ്ടെന്ന് അവർ അറിയണം. The little children, they also must know that there are people like them in this world. ആഴ്ചയുടെ 6 ദിവസം അവർ സ്കൂളിലാ. 6 days they are in the school. ആ സ്കൂളിൽ കോമൺ ടോപ്പിക്സ് അല്ലെങ്കിൽ കോമൺ ആയ ടോക്സ് ഒക്കെ ഉണ്ട്. In that school they have a lot of common talks. അവരുടെ ലോകത്തെയാണ് പലപ്പോഴും കാണുന്നത്. And there they see a picture of the world. എന്നാൽ ഇതിനകത്തേക്ക് വരുമ്പോൾ അവരുടെ കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായ യേശു അപ്പച്ചനെ പറ്റി അറിയുന്ന അവരുടെ കൂട്ടുകാരുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ അവരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. But when the children come inside the church, they get this exposure that there are people, there are children who belong to the Lord Jesus. അതുകൊണ്ട് സൺഡേ സ്കൂളിനെ നെഗ്ലക്ട് ചെയ്യരുത്. So the Sunday school must not be neglected. കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ ലോകത്തിലേക്ക് വിടണം. The little children have a world of their own. അതാണ് കർത്താവ് പറഞ്ഞ ശിശുക്കളെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാനായിട്ട് വിടണം, അവരെ തടയരുത്. And the Lord said, do not hamper these little ones to come to me. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ പറഞ്ഞു ഇവിടെ സൺഡേ സ്കൂൾ ഇല്ല. And recently I went to a place there was no Sunday school. 10 കുഞ്ഞുങ്ങൾ താഴെയുള്ളൂ, അതുകൊണ്ട് സൺഡേ സ്കൂൾ വേണ്ടാന്ന് വെച്ചു. There are less than 10 kids, so there's no need for Sunday school. ഒരു 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും സൺഡേ സ്കൂൾ എടുക്കാം. Even if there are 2 kids only in your church, there must be Sunday school. കാരണം അവർ വളർന്നു വന്നിട്ട് അവരെ നന്നാക്കാൻ പറ്റത്തില്ല. Because once the kid has grown, then you cannot make them better. എന്നാൽ അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടേതായ ഒരു യോഗമുണ്ട് എന്ന ആ കുഞ്ഞു മനസ്സുകളിലേക്ക് കൊടുക്കുന്ന സഭായോഗങ്ങളുടെ പ്രാധാന്യമാണ് സൺഡേ സ്കൂളിനുള്ളത്. And that little child, as it's growing, it's the responsibility of the church to let it know that the children are there who are belonging to the Lord. ഈ മീറ്റിംഗുകൾ സംഭവിക്കേണ്ടത് കോട്ടേജ് മീറ്റിംഗുകൾ കുടുംബങ്ങളെ തമ്മിൽ ദൈവസഭയിൽ അടുപ്പിക്കാനായിട്ട് സ്നേഹത്തിന്റെ വർധനവിന് വേണ്ടിയാണ് ദൈവം തന്നിട്ടുള്ളത്.
The purpose of these cottage meetings, the fellowship meeting, is that multiple families would be able to come together and know each other and grow in love. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് കൂട്ടായ്മ യോഗങ്ങളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ഫസ്റ്റ് ജോണിൽ നിന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. Keeping these thoughts in mind, let us look at a portion from 1 John. അതിൽ 3-4 വാക്യങ്ങളാണ്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 verses 3 and 4 ആണ് വായിക്കേണ്ടത്. 1 John chapter 1 verse 3 and 4. നമ്മൾ എന്താ വായിക്കുന്നത്? ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. We read here, that which we have seen and heard we proclaim also to you, so that you too may have fellowship with us. And indeed our fellowship is with the Father and with His Son Jesus Christ. And we are writing these things so that our joy may be complete. ഈ മൂന്നാം വാക്യത്തിൽ രണ്ട് തരത്തിലെ ഫെലോഷിപ്പ് നമുക്ക് കാണാം. And we see two kinds of fellowship here. ഒന്നാമത്തെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളോട് എന്തുണ്ടാവണം? കൂട്ടായ്മ ഉണ്ടാകണം. The first thing is we must have fellowship with you. അതായത് വിശ്വാസികൾ തമ്മിലുള്ള ഫെലോഷിപ്പ്. That is the fellowship amongst the believers. അതാണ് ഫെലോഷിപ്പിന്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത്. And this is the first level of fellowship. രണ്ടാമത്തെ വിഷയമോ അത് മൂന്നാം വാക്യത്തിലുണ്ട്. And the second fellowship we read in verse 3. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും അർത്ഥാത് ത്രിയേക ദൈവത്തോടുള്ള കൂട്ടായ്മ. And that is the fellowship with the Father and with His Son Jesus Christ. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കൂട്ടായ്മയുടെ പ്രാധാന്യം ബൈബിൾ പഠനത്തിലൂടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ വേദപുസ്തകം പഠിച്ചിട്ടാണ് കൂട്ടായ്മ യോഗത്തിന് വരുന്നത്. And we have already read in Acts chapter 2:42 about the meetings of the fellowship meetings of the church. ആ ബൈബിൾ സ്റ്റഡിയിലെ ഫെലോഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. We already saw the Bible study's importance. പഠിച്ചിട്ട് ഫെലോഷിപ്പിന്റെ മീറ്റിംഗ്സിന് സഭയായിട്ട് വരികയാണ്. And after that we are coming together for the fellowship meeting of the church. അവിടെ വരുമ്പോൾ രണ്ട് തരത്തിലെ കൂട്ടായ്മ ഒരു വിശ്വാസിക്ക് ഒരു സഭയ്ക്കുണ്ടാവുകയാണ്. In that we have two kinds of fellowship. ഒന്നാമത് എന്താ? വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ. One is the fellowship among the believers. രണ്ടാമത് അവിടെ ത്രിയേക ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ അനുഭവം. And the second fellowship is with the triune God. ചില ആളുകൾ ഒരു കാര്യം പറയാറുണ്ട്. പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്. മോനെ എന്നോട് ഒരാൾ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? Once a person has told this to me. എനിക്ക് ദൈവത്തോട് ഭയങ്കര കൂട്ടായ്മ, സഭയിലുള്ള ആളോട് കൂട്ടായ്മ ഇല്ലെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. I have fellowship with God, but just I don't get fellowship with the people in the church. വേറൊരാൾ എന്നോട് പറഞ്ഞത് എനിക്ക് ദൈവത്തോട് ഭയങ്കര കൂട്ടായ്മയാ, ഈ സഭയിൽ ഒരുത്തനും ശരിയല്ല, അതുകൊണ്ട് എനിക്ക് മറ്റ് സഭകളിലുള്ളവരോടാ കൂട്ടായ്മ. And one other person has said that I have great fellowship with God, but in this church there is not one person good. That's why I have fellowship with other churches. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ നല്ലവനായതുകൊണ്ട് ഞാൻ ഇവിടെ കർത്തൃമേശ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Just that I am taking part from the Lord's table. പണ്ടൊരാൾ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഒരു ഉപദേശിയോട് ചോദിച്ചെന്നാ കേട്ടിട്ടുള്ളത്. Once somebody had asked a preacher, ലോകത്തിൽ പ്രശ്നമില്ലാത്തൊരു സഭ ഉണ്ടെങ്കിൽ എന്ന് കാണിക്കണം, എനിക്ക് അവിടെ നിന്ന് പോവാനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൽ പ്രശ്നമില്ലാത്തൊരു സഭ ഉണ്ടെങ്കിൽ എന്നെ കാണിക്കണം, എനിക്ക് അവിടെ നിന്ന് പോകാനാ എന്ന് പറഞ്ഞു. Can you just let me know of a church? Can you let me know of a church that does not have a problem? അപ്പോൾ ഉപദേശി പറഞ്ഞു ലോകത്തിൽ പ്രശ്നമില്ലാത്തൊരു സഭയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. So the preacher said, I don't know if there is any church which doesn't have any problem. ഇനി അഥവാ ഉണ്ടെങ്കിൽ നീ അവിടെ പോകരുത്. And if there is such a church, then you please don't go. നീ പോയാൽ അതൊരു പ്രശ്നമാവും. If you go there will be a problem. നമ്മൾ അനേകം ഇങ്ങനെയല്ലേ, നമ്മൾ പറയും എനിക്ക് ദൈവത്തോട് ഭയങ്കര കൂട്ടായ്മയാ, പക്ഷെ സഭയിലുള്ള ഇന്നാരോട് ഇച്ചിരി കുശുകുശുണ്ടെന്നേ ഉള്ളതെന്ന് പറയും. We say that we have great fellowship with God, but just that there is this person in the church with whom I cannot fellowship. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? വിശ്വാസിയോട് കൂട്ടായ്മ ഉണ്ടെങ്കിലേ ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ. And here we see that if you have fellowship with the believers, only then you can have the fellowship and enjoy with God. അപ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന രണ്ടാം ഭാഗത്തിലെ So in these church meetings that are neglected, the second portion of that, അത് കൂട്ടായ്മ യോഗങ്ങളാണ്. അവിടെ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുന്നു.
These are the fellowship meetings. These are important meetings where the love grows among the വിശ്വാസികൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിന് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നു. And when this fellowship amongst the believers grows, there is great joy inside the church. ആ ഫെലോഷിപ്പിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കാണിക്കാനാണ് 4-ാം വാക്യം എഴുതി വെച്ചത്. And that is why we see in verse 4 the superlative of that joy. എന്താ? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്കായി എഴുതുന്നു. We are writing these things so that joy may become complete. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, വിശ്വാസികൾ തമ്മിൽ കൂട്ടായ്മ വർദ്ധിച്ചാൽ ആത്മീക സന്തോഷത്തിന്റെ പൂർണ്ണത ദൈവത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. So if we have increased in fellowship, then that produces the joy inside us. ഞാൻ വളരെ വ്യക്തമായി പറയാം, നമ്മുടെ പ്രാദേശിക സഭകളില് ഇന്ന് പിശാച് പറയുന്ന ഒരു കാര്യമുണ്ട്. In our local churches, Satan has spread this false doctrine, എസ്പെഷ്യലി കോവിഡ് കാലഘട്ടത്തിന് ശേഷം. especially after the COVID times. ഞാൻ സൂം മീറ്റിംഗിന് എതിരല്ല. I'm not against Zoom meetings. കോവിഡ് സമയത്ത് ഒത്തിരി സൂം മീറ്റിംഗുകൾ സംസാരിക്കുന്ന ദൈവദാസനാണ് ഞാൻ. And during the COVID times, I have spoken on many Zoom meetings. എനിക്ക് തോന്നുന്നു 2.5 വർഷം 3 മീറ്റിംഗ് ഇല്ലാത്ത ഒരു ദിവസം എനിക്കില്ല. And for a certain time, the frequency was also very high. എന്നാൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. But after things normalized after COVID, I have stopped. അതെന്റെ പേഴ്സണൽ കൺവിക്ഷൻ ആണ്. ഞാൻ ആരോടും പറയുന്ന കാര്യമല്ല, എന്റെ പേഴ്സണൽ കൺവിക്ഷൻ ആണ്. This is my personal conviction. ഒന്ന്, എന്റെ ഹെൽത്തിന്റെ പ്രശ്നമാണ്. One, I have a health problem. എനിക്ക് 19ാമത്തെ വയസ്സിൽ ഞാൻ ഡയബറ്റിക് ആണ്. I was a diabetic from age 19. ഇപ്പൊ 43 ആയി. Now I'm 43. പ്രായമായി, വൃദ്ധനായി. ഞാൻ പറഞ്ഞത് ഹെൽത്തിന്റെ ഒരു പ്രോബ്ലം. 2, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, എന്റെ ഒരു മീറ്റിംഗില് സഭയുടെ യോഗം കളഞ്ഞ് ചിലര് കയറി എന്ന് ഞാൻ അറിഞ്ഞു. അവിടെ പ്രാദേശിക മീറ്റിംഗ് കളഞ്ഞ് എന്റെ സൂം മീറ്റിംഗിൽ കയറിയതായിട്ട് ഞാൻ അറിഞ്ഞു. In one of these Zoom meetings, some members of the local church, they joined in. എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല. And I didn't feel that was right. ഒരു കാലഘട്ടത്തിൽ സഭ കൂടി വരാൻ പറ്റാത്തപ്പോൾ വേറെ മാർഗം നമുക്കില്ലായിരുന്നു. There was a time when the church was not able to gather. At that time it was done. പക്ഷേ ഇന്ന് സഭ കൂടി വരാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. But now we do have the freedom to come together. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയുടെ ആത്മീക വർധനവിനുള്ള കൂട്ടായ്മ യോഗങ്ങൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗത്തിൽ ആരംഭിക്കണം, അല്ലെങ്കിൽ അത് കൽപ്പനയുടെ ലംഘനമായിട്ട് മാറും. Anything that hinders the growth of the church, the spiritual growth of the church, that is stopping the church from coming together for the fellowship meetings, then that must stop. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ back to Acts 2:42. സഭായോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ, ഒന്ന് ബൈബിൾ സ്റ്റഡിയാണ്, അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു. The first one was the Bible study meeting. The second. 2, കൂട്ടായ്മ ആചരിച്ചു, ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കുന്ന മീറ്റിംഗ്സ് ആണ്. The second was the meetings that increase the fellowship. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് കർത്തൃമേശയോടുകൂടെയുള്ള ആരാധനായോഗത്തെ കാണുവാൻ കഴിയുന്നത്. After these two, then comes the meeting of breaking of bread. വേദപുസ്തകത്തിന്റെ പഠനത്തിന് ശേഷം, After the study of God's word, ദൈവമക്കൾ തമ്മിൽ സ്നേഹത്തിന്റെ വർധനം ഉണ്ടായതിനു ശേഷം, after the fellowship and love has increased, കർത്താവിനെ ആരാധിക്കുകയും മേശയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ, when they come together to break bread, അതെത്ര അനുഗ്രഹീതമായ സ്ഥിതിയായിരിക്കും. that would be a most blessed worship. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത്. That is why it's said like this. മനഃപൂർവമായിട്ട്, കാരണങ്ങളില്ലാതെ, Purposefully, ദൈവസഭയുടെ ബൈബിൾ സ്റ്റഡി വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട്. if you think that the Bible study meeting is not required, കൂട്ടായ്മ മീറ്റിംഗിന് പോകാൻ നീ തയ്യാറല്ലെങ്കിൽ, if the fellowship meeting is not that important, നീ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യനല്ല. then you're not worthy to take part in the break. കാരണം കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, because the eligibility for those who can take part in നമ്മുടെ ജീവിതത്തിൽ ഉള്ള പാപങ്ങളോടുള്ള എതിർപ്പാണ്, പാപങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. and it's the necessary condition is that we do not sin and
we hate sin. നമുക്ക് ഒരു രണ്ട് വേദഭാഗം ഞാനൊന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. I just read two versions. ഒന്നാമത്തേത് എടുക്കണമെന്നില്ല, പക്ഷെ ഒന്ന് പറഞ്ഞു പോകട്ടെ. Don't need to take it, just I'll tell it. ഈ കർത്താവിന്റെ മേശയെ കുറിച്ചുള്ള കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ്. In Luke chapter 22, അവിടെ 19-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും നമ്മുടെ കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനത് വായിച്ചു മാത്രമേ പോകത്തുള്ളൂ. Luke 22 and verse 19. അതിന്റെ 22 chapter verses 19 and 20 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വിഷയമുണ്ട്. എന്താ? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവീൻ. Jesus tells his disciples, this is my body which is given for you. Do this in remembrance of me. 20-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, പാനപാത്രം കൊടുത്തിട്ട് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞിട്ട് അതും കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. In verse 20 also, likewise the cup after they had eaten, saying, this cup that is poured out for you is the new covenant in my blood. പക്ഷേ അതിന്റെ ഡോക്ട്രിൻ കാണാൻ കഴിയുന്നത് We see a doctrine in this. അത് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലാണ്. That is in 1 Corinthians chapter 11. അതിന്റെ 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആരാധനയ്ക്ക് നമ്മൾ ഇടയ്ക്ക് വായിക്കുന്ന ഒരു പോർഷൻ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. And we read often this portion during the time of worship as well. അവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. There is one thing which we must always keep in mind. അതിന്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ അയോഗ്യമായി കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. It is clearly mentioned in verse 27. Whoever therefore eats the bread and drinks the cup of the Lord in an unworthy manner will be guilty concerning the body and the blood of the Lord. അവിടെ ഒന്നിലധികം പ്രാവശ്യം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. There is one thing that is repeated here. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്യണം. You must examine. നിങ്ങൾ തന്നെത്താൻ വിധിക്കണം. You must judge. അപ്പോൾ എന്തിനാ വിധിക്കുന്നത്? എന്താണ് നമ്മൾ പരിശോധിക്കുന്നത്? What are we examining or judging? നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ മാത്രമല്ല, not just our own personal sin. നമ്മുടെ സഭയിൽ ഇരിക്കുന്ന കൂട്ടുവിശ്വാസിയോട് നാം അയോഗ്യമായ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ, പെരുമാറിയിട്ടുണ്ടോ? Even with the corporately within the church, have I ever hurt or behaved in a wrong manner? ഇതൊക്കെ വാസ്തവത്തിൽ എവിടുന്നാ വന്നത്? From where did this come? 23-ാം വാക്യത്തിൽ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. In verse 23, Paul is saying, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ്. I received from the Lord what I also delivered to you. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് പ്രാപിച്ചു. Once he received it from the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു. It is the Holy Spirit that gave it to him. അത് രേഖയാക്കി വെച്ചു. It was written. അപ്പോൾ കർത്താവിന്റെ മേശയോട് കൂടുന്ന ആരാധനായോഗം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നാണ്. And the breaking of bread meeting is one of the most important meetings of the church. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ഒരു ക്രമമുണ്ട്. And there is an order and to the meeting when we come to worship God. വളരെ അവരവരെ തന്നെ പരിശോധിക്കേണ്ടുന്ന സമയം. It is a time where we carefully examine. ഈ ആരാധനാ യോഗത്തിന് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. And when we come for the worship meeting, there are a lot of things to think about. അതിൽ ചിലത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയും. We will cover it later on. നമ്മുടെ ആരാധനാ യോഗങ്ങൾ കഴിയുമ്പോൾ നമ്മൾ സ്തോത്ര കാഴ്ച എടുക്കാറുണ്ട്. സ്തോത്ര കാഴ്ച, ഓഫറിംഗ്സ്. And just after the worship meeting, there is an offering taken. പക്ഷെ ബ്രദറുകാർ മാത്രമേ ഉള്ളൂ പൊതുവായി സഭയ്ക്ക് പുറത്ത് നടന്ന കൺവെൻഷനിലൊന്നും ഓഫറിംഗ് എടുക്കാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ ബ്രദറുകാർ. And it's only the brethren who do not take an offering outside the church. എന്തുകൊണ്ട് എടുക്കാതെ? Why don't we take offering from outside? അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവമക്കളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അത് സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റവരിൽ നിന്നും വേണ്ട എന്നുള്ള ചിന്ത അതിന്റെ പിന്നിലുണ്ട്. And there is a thought that says that we are only accepting offerings from the believers from the church. ഈ ആരാധനാ യോഗം കഴിഞ്ഞ് സ്തോത്ര കാഴ്ച എടുക്കുമ്പോൾ പ്രാക്ടിക്കൽ കാര്യം ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോട്ടെ. So just after the worship meeting, when we take the offering,
there is a practical aspect. എന്തുകൊണ്ടാണ് നമ്മുടെ സഭായോഗങ്ങളിൽ പലയിടങ്ങളിലും ആരും എടുക്കാത്ത നോട്ട് ഓഫറിംഗ് ബോക്സിൽ വരുന്നത്? Why does sometimes very torn notes come inside the offering box? ഞങ്ങളുടെ സഭയിൽ ഞാനത് സമ്മതിക്കില്ല. We won't accept it in our church. കാരണം അത് ഫിനാൻഷ്യൽ സാക്രിഫൈസ് ആണ്, സാമ്പത്തിക യാഗമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. Because that offering is a financial sacrifice. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം എന്താ? What does Paul say? നിങ്ങൾ തന്ന കൂട്ടായ്മ, സാമ്പത്തിക കൂട്ടായ്മ ഞാൻ എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ വാങ്ങിച്ചിട്ട് അത് ദൈവത്തിന് സുഗ്രാഹ്യമായ യാഗമായി കൊടുത്തു എന്നാണ്. The offerings that he received from Epaphroditus, he says that those were sweet smelling aroma to the Lord. അപ്പോൾ എന്താ ഈ ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ? So what is this offering? ആരാധനയാണ് അത് വാസ്തവത്തിൽ. It is actually a part of worship. ദൈവം എനിക്ക് തന്ന നന്മയിൽ നിന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഞാൻ കൊടുക്കുന്ന സാമ്പത്തിക യാഗമാണ് വാസ്തവത്തിൽ ഞാൻ ഇടുന്ന ഓഫറിംഗ്, നിങ്ങൾ ഇടുന്ന ഓഫറിംഗ്. From the goodness of our Lord, what he has blessed us with, we are giving an offering back to God. എന്താ നമുക്ക് നല്ല നോട്ട് കിട്ടാതെ? Why can't we get a good note? നമ്മൾ ഞായറാഴ്ച രാവിലെയാ തപ്പുന്നത്. You are searching on Sunday morning. ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ പല കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. You are searching for it ഈ only on Sunday കാര്യം morning. മനസ്സിലാക്കിയ അനേക വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. In this matter, I have prayed this prayer to God long time back. കർത്താവേ, നിനക്കിടുന്നതിൽ എത്ര എന്നല്ല, നീ തരുന്ന പ്രേരണ പോലെ പുതിയ നോട്ട് എനിക്ക് തരണമേ. Not just how much to put, but even the quality of the note that you are putting. Let it be a new note. അതിനുശേഷം ഒരിക്കലും എനിക്ക് പുതിയ നോട്ട് കിട്ടാത്ത ഒറ്റയാഴ്ചയില്ല. After that prayer, every Sunday I always have a new note. നമുക്ക് കിട്ടുന്നത് ഏറ്റവും നല്ല പുതിയ നോട്ടുകൾ ഒരാഴ്ചയിൽ കിട്ടുന്നത് ആദ്യം മുതൽ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നാം ഏറ്റവും നല്ലതൊന്ന് മാറ്റിവെച്ച് അത് ഓഫറിംഗ് ബോക്സിലേക്ക് ഇടുക. അത് സാമ്പത്തിക യാഗമാണെന്നൊന്ന് മനസ്സിലാക്കുക. You must understand that whatever we get out of that, you put your mind to it and intentionally choose the best notes for offering. ഒരു കാരണവശാലും ദൈവസഭയുടെ യോഗങ്ങളെ അലക്ഷ്യമാക്കരുത്. പ്രത്യേകിച്ചും ആരാധനാ യോഗത്തിന് വരുമ്പോൾ അതിന്റെ ഭയഭക്തി ബഹുമാനത്തോടെ വേണം നമ്മുടെ മധ്യത്തിൽ നാം ഇരിക്കാനായിട്ട്. We must never neglect the corporate worship meeting and the meetings of the church. ഇവിടുത്തെ കാര്യം എനിക്ക് അറിയില്ല. I do not know the situation here, അതുകൊണ്ട് ഞാൻ ധൈര്യമായി പറയാൻ പോവാണ്. so I can speak boldly. ഈ പല സഭകളിലും ആരാധനയ്ക്ക് LP സ്കൂളിൽ പോകുന്നു, ലോവർ പ്രൈമറി സ്കൂളിൽ പോകുന്നു. In many churches, the worship meeting is like going to a lower primary school. വർഷിപ്പ് മീറ്റിംഗിന് മുമ്പുള്ള സമയത്തെ കഴിയാം. വർഷം തുടങ്ങുന്ന വരെ. ഇപ്പൊ 10 മണിയാണെങ്കിൽ 10 മണി വരെ. So the time just before the worship starts. എല്ലാവരും ഇരുന്ന് സംസാരിക്കുക. Everybody is talking. പിള്ളേരെല്ലാം ചാടി ഓടി നടക്കുക. And the children are laughing and jumping around. ഞാൻ പറയട്ടെ, അതല്ല അതിന്റെ ശരി. That is not the right way. കുറഞ്ഞ പക്ഷം ഒരു 10 മിനിറ്റ് മുൻപേ സഭയൊന്നാകെ ഒന്ന് ശാന്തമായിരുന്ന് കഴിഞ്ഞ ആഴ്ച ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനും അന്നത്തേക്കുള്ള ഒരു ഒരുക്കം പ്രാപിക്കാനും ആ സമയം വേർതിരിക്കണം. The time just before the worship meeting, it is to be spent in quietness and examining your own life the last week. എനർജറ്റിക് ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവും. എന്റെ പിതാവ് ശുശ്രൂഷിച്ചിടത്ത് എല്ലാം ഈ പ്രാക്ടീസ് ഉണ്ട്. And wherever my father has ministered, this practice is followed. നെടുമ്പാശ്ശേരി സഭയിൽ ഞങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. In Nirmasheri also we follow this. അവിടെ ഒരിക്കൽ ഈ രക്ഷിക്കപ്പെട്ട് അദ്ദേഹം വേർപെട്ട് വന്നില്ല, പള്ളിയെ ഭയന്ന് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. And there was one person who was saved. അദ്ദേഹം He was saved, but he was not in regular fellowship. അദ്ദേഹം സഭയിൽ ഒരു ദിവസം വന്നു. He just visited the church once. വന്ന് ഈ സമയത്ത് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താനും താഴെ ഇറങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിക്കാനാണ് തുടങ്ങി. And when we were all praying, he also bent his knees and sat down. അദ്ദേഹം പോകാൻ നേരം എന്നോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. And before leaving, he made a statement. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ, ഞാൻ നിങ്ങളുടെ പല സഭകളിലും പോയി നോക്കിയിട്ടുണ്ട്. And he said, brother, I have visited many of your churches here. പക്ഷെ ഇവിടെ ആദ്യത്തെ ആ ശാന്ത സമയം കണ്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായി, ഇവിടെ ദൈവമുണ്ട്. But
But when I saw the quiet time just before the meeting here in this church, I realized there is God. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് പള്ളി വിട്ടൊന്നും വരാൻ പറ്റില്ല, I cannot leave my old church suddenly. എന്നാൽ എന്തെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹിക്കുന്നു. But before I die, I just have to do that. ഞാൻ പറയട്ടെ, ഇതെങ്ങനെയാ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്? ഇതെങ്ങനെയാണ് മറ്റുള്ളവർ ദൈവ സാന്നിധ്യം നമ്മുടെ സഭകളിൽ മനസ്സിലാക്കുന്നത്? How does a person realize the presence of God in your church? പല വിഷയങ്ങളുണ്ടെന്നത് ശരി തന്നെയാ, പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ്, ദൈവസന്നിധിയിൽ നമ്മുടെ ബിഹേവിയർ, ഇത് ദൈവ സാന്നിധ്യം മറ്റുള്ളവർ കാണാൻ കാരണമാകണം. And there are many things to ponder upon, but our life, the practical aspects of it, it is something that must be visible even to unbelievers when they observe us. ഞാൻ ഒരു കാര്യം കൂടെ തുടങ്ങി വെച്ചിട്ട് സമയത്ത് തന്നെ അവസാനിപ്പിച്ചോളാം. എനിക്ക് തന്ന സമയം ആകുന്നതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉറപ്പൊന്നും അഥവാ നിർത്തണമെങ്കിൽ കൈ പൊക്കിയാൽ മതി. എല്ലാവർക്കും ഉണ്ടെങ്കിൽ പൊക്കിയാൽ കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം പറയാം, പൊക്കി പിടിച്ചോണ്ടിരിക്കരുത്, അത്രേ ഉള്ളൂ. One thing I will just say, if you are feeling sleepy, just raise your hands and tell me. നമുക്ക് ആ പ്രാർത്ഥന മീറ്റിംഗ് ഏതാണോ അത് കഴിഞ്ഞപ്പോൾ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞു. Bible study is over first. ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഏതായിരുന്നു? ഫെലോഷിപ്പ് മീറ്റിംഗ്സ് കഴിഞ്ഞു. Second was fellowship. മൂന്നാമതായിട്ട് യോഗചായ എന്നാ കഴിഞ്ഞു? ആരാധനയും കഴിഞ്ഞു. ഇനി എന്നാ ഉള്ളത്? പ്രാർത്ഥന. What is left? Prayer. എന്നോടൊപ്പം ഒരു വാക്ക് ചിന്തിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. And if you just think one verse, you will understand this. ദൈവവചനം പഠിക്കുന്നു. We study God's word. സ്റ്റെപ്പ് 1 ദൈവവചനം പഠിക്കുന്നു. First step is study God's word. സെക്കൻഡ് സ്റ്റെപ്പ് പഠിച്ച വചനത്തിന്റെ ആസ്വാദ്യതയോടെ സ്നേഹം വർദ്ധിക്കുന്ന മീറ്റിംഗുകൾക്ക് വരുന്നു. That progresses to the fellowship meetings, which means based on the words. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തോടെ ആരാധിക്കുന്നു. മനസ്സിലായി? ആ സ്നേഹത്തോടെ ആരാധിക്കുന്നു. And step 3 is when that love grows, you come together and worship God. ഇത്രയും നല്ല അനുഭവത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇത്രയും നല്ല അനുഭവത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. And when you have all these good experiences, after that you come for prayer. ആ പ്രാർത്ഥനയോ എത്ര അനുഗ്രഹം. How blessed will that prayer meeting be? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ വലിയൊരു ആഗ്രഹമുണ്ട്. When I come here, I have a great desire. ഈ സ്ഥലം സഭയിലെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചാണ് വിളിച്ചിട്ടുള്ളത്. And this church has called me out desiring many things. ഞാൻ ഏറെ ബഹുമാനത്തോടെ പറയട്ടെ, Let me say this. എനിക്ക് എന്നിൽ തന്നെ യാതൊരു കഴിവില്ല. I do not have any capabilities in my പക്ഷെ life. ദൈവം എന്നെ അയച്ചതിന്റെ ലക്ഷ്യം ഇവിടെ പൂർത്തീകരിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. But what God has sent me here for, that purpose must be fulfilled. അതുകൊണ്ട് ഈ സഭായോഗങ്ങളിൽ ഈ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം നമുക്കുണ്ടാവും. So there must be a change in the attitude towards church meeting. ഇനിയും പ്രാർത്ഥനാ യോഗമാണ് അടുത്ത് വരുന്നത്. The next is the prayer meeting. പ്രാർത്ഥനാ യോഗത്തിന് പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് തുടങ്ങണം. If there is anybody who doesn't go for the prayer meeting, they must start. ബൈബിൾ സ്റ്റഡിക്ക് പോകാത്തവർ ഇനി വന്ന് തുടങ്ങണം. Those who do not go for the Bible study, they must start going. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. It is a commandment given that we must not neglect the worship. ആ കൽപ്പന നാം മറികടന്നാൽ സംഭവിക്കുന്നത് ദൈവസന്നിധിയിൽ നാം ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. If we neglect that commandment, there are going to be consequences. അതെ, പ്രാർത്ഥനാ യോഗമാണല്ലോ പ്രവൃത്തികളുടെ പുസ്തകം 2:42 നാലാമത് കാണുവാൻ കഴിയുക. Acts 2:42 we see the prayer meeting is the fourth meeting. എന്തിനാണ് പ്രാർത്ഥനാ യോഗത്തിന് വരേണ്ടത്? ആവശ്യകത എന്താ? What is the requirement? Why do we need to come for prayer meeting? ഞാനൊരു 3 കാരണങ്ങൾ വേഗത്തിലെ സമയപരിധിയിൽ പറയാം. ചിലപ്പോൾ ഒന്നേ പറയുള്ളൂ, എന്താണെന്നറിയില്ല. ദൈവം തരുന്ന പ്രേരണയ്ക്ക് എന്തുകൊണ്ട് പ്രാർത്ഥനാ യോഗത്തിന് പോകണം? There are 3 things. I'll just go through one first. മോനോട് ചൂടെ ഉറക്കെ എനർജറ്റിക് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് എത്താൻ പോകുന്നില്ല. എഫേസ്യ ലേഖനത്തിലേക്ക് വരിക. 6-ാം അധ്യായത്തിലാണ് ഫസ്റ്റ് റീസൺ എന്തുകൊണ്ട് പ്രാർത്ഥനാ യോഗത്തിന് പോകണം. Ephesians chapter 6 we see why we need prayer meeting. 1-18 വാക്യത്തിലാണ്. In verse 18, Ephesians chapter 6 verse 18 ലേക്ക് വരുമ്പോൾ in Ephesians 6:18 അവിടെ സകല പ്രാർത്ഥനയാലും യാചനയാലും എന്ന് കാണുന്നുണ്ട്. here we see with all prayer and supplication. ആ വിഷയം എന്തിനോട് ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ആൻസർ. And with this എന്തിനോട് ചേർന്ന് വരുന്നു അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു? yeah, that's the subject. the subject is in what relation is this all prayer and supplication? അത് 11-ാം വാക്യത്തിൽ all armor of God ദൈവത്തിന്റെ സർവ്വായുധവർഗത്തോട് ചേർന്ന് വരുന്നതാണ്. The
context of this is wearing the whole armor of God, verse 11 onwards. താഴേക്ക് വരുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളീൻ. And it says wearing the whole armor of God to resist the schemes of the devil. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? So what for are we praying for? നമ്മൾ പാട്ട് പാടിയ സാത്താൻ കൂടെ പാടും. If we just sing, Satan can also sing along. അതുകൊണ്ട് പാടലെന്നല്ല പറഞ്ഞത്. I'm not saying that you should not sing. ലോകത്തിലെ ഏറ്റവും നല്ല പാട്ടുകാർ നമ്മളല്ല. കർണാട്ടിക് സംഗീതം നോക്കിക്കോ, വേറെ ലോകത്തിന്റെ പോപ്പ്, റോക്ക്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ലോകപരമായി നല്ലതാണ്. If you just look at the musical level, then we are not the best singers. ഈ പിശാച് വീണു പോകുന്നതിന് മുൻപ് ദൈവദൂതനായി. Even Satan is a very good expert. അവനെ പറ്റി പ്രവാചക പുസ്തകങ്ങൾ വായിക്കുന്നത്, And when we read about Satan, നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്നിൽ സകലവിധ വാദ്യോപകരണങ്ങളും സംഗീത ഉപകരണങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ്. he had all kinds of musical things inside his body itself. സ്വർഗ്ഗത്തിൽ ഹെവൻലി മ്യൂസിക് ഉണ്ട്. And in heaven, music is very paramount. അതിന്റെ ചെറിയൊരു ഭാഗമാണ് കർത്താവ് ജനിച്ചപ്പോൾ ദൂതന്മാർ വന്ന് പാടിയ ഒരു പാട്ടുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നൊക്കെ പാടുന്ന പാട്ടുണ്ട്. We see the angels are singing when the incarnation and Jesus was born. ദൈവസന്നിധിയിൽ ഓർമ്മപ്പെടുത്തട്ടെ, നാം പാട്ട് പാടിയാൽ പിശാചിന് പേടിയൊന്നും വരത്തില്ല. പുള്ളി വേണമെങ്കിൽ ഡ്രം അടിച്ച് സഹായിക്കും. Let me tell this. If we just sing, Satan has no fear of that. He will in fact join together with the drum. പ്രസംഗിക്കാൻ ശ്രമിച്ചാൽ പുള്ളി കൂടെ പ്രസംഗിക്കും. If you are just preaching, then Satan can also come and preach. എന്റെ ചിന്തയിൽ ദൈവം കഴിഞ്ഞ ഏറ്റവും വലിയ തിയോളജിയൻ സാത്താനാണ്. And I think Satan is a very good preacher or theologian. കാരണം താങ്കളുടെ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്ന് വാക്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്. Because he is very well versed with the scripture. ഇത്ര നാൾ രക്ഷിക്കപ്പെട്ട നമ്പൂര് വാക്യം അറിയത്തില്ല. And we who have been saved for so long, we also do not remember പക്ഷെ that. പിശാചിന് ഇതെല്ലാം അറിയാം. But Satan remembers the word. അവൻ വീട് പോയെങ്കിലും അവന് കാര്യങ്ങളൊക്കെ അറിയാം. Even though he fell, he knows all the things. ഇനി ചില ആൾക്കാരെ വിചാരിച്ചിരിക്കുന്നത് ഈ വേദപുസ്തകം പഠിച്ചുകൊണ്ട് രാത്രി ഉറങ്ങിയാൽ മറ്റേ പുള്ളി വരത്തില്ലെന്നാ. Some people think that if you just keep the Bible close by, that Satan will not. ഇത് വായിക്കത്തില്ല, They won't read the ഇത് നോക്കി Bible, പിടി. but they will just keep it. അവൻ വേണമെങ്കിൽ വായിച്ചു. Maybe Satan can read it to them. പക്ഷെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ But if you kneel in prayer, പിശാചിന് ഭയമാണ് വിശ്വാസിയെ. Satan cannot accompany you. സാത്താനിന്റെ ഭയമാണ്. Satan fears that. അപ്പൊ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. When the church prays together, Satan will be defeated. എന്റെ പപ്പ പണ്ടനോട് പറഞ്ഞ എല്ലാവരും ഒന്നും ബൈബിൾ സ്റ്റഡിക്കും പ്രാർത്ഥനാ യോഗത്തിനും പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. അതിനൊരു കാരണമാണ്. And my father had told me this before, that everybody is not able to come for a prayer meeting. ആ കാരണം ഒരു രഹസ്യമാണ്. ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ട് പറയാൻ പോകും. And that secret I am going to spill out before you. ഈ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് ആണ് ഇച്ചിരി ധൈര്യമൊക്കെ വേണം. ഈ ഫ്രണ്ടിൽ നിന്ന് പോരാടണം, യുദ്ധം നടത്തണം, ഇച്ചിരി ധൈര്യമൊക്കെ വേണം. So when the war is going on, the people who are in the front, ഈ they need courage. പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോ പിശാചിനെ കേറി ആക്രമിക്കുകയാണെന്ന് ഓർക്കണം. And when you are sitting for prayer, remember that that is a direct attack on Satan. ഒരു സഭ മുട്ടുമടക്കുമ്പോൾ പാതാളത്തിന്റെ ഗോപുരങ്ങൾ ഭയപ്പെടും. അവരുമായിട്ടുള്ള ഫേസ് ടു ഫേസ് അറ്റാക്ക് ആണ്. When the church is coming together to pray, it is against the gates of hell that attack is happening. ആ തിരിച്ചറിവും ആ കമ്മിറ്റ്മെന്റും ആ ഹോളിനെസ്സും ജീവിതത്തിൽ ഉള്ളവന് മാത്രമേ സഭയെ പ്രാർത്ഥിക്കാൻ പറ്റൂ. And that commitment and that devotion to this, if that realization is there, only then you will be able to come for the prayer meeting. മനഃപൂർവ്വം പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന കാര്യമുണ്ട്, ഞാൻ അത്ര ശരിയല്ല. So when you don't go for the prayer meeting, what you are telling is that I am not that kind of a person. ഈ സ്വർഗ്ഗത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം, സമയമാകും. I'm just going to tell about when you go to heaven, there are rewards. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ പല റിവാർഡ്സ്, പല കിരീടങ്ങൾ കിട്ടുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. And the scripture tells us that there are various rewards and crowns that are given. നമ്മൾ വിചാരിക്കുന്ന സ്വർഗ്ഗത്തിൽ ചെന്ന് കിട്ടിയില്ലെങ്കിൽ എന്നാ കുഴപ്പം? And people think that if we go there and we don't get a reward, what's the big deal? കിട്ടിയില്ലെങ്കിൽ കുഴപ്പമേ ഉള്ളൂ. If you don't get a reward, what is the big deal? അത് വലിയ കുഴപ്പമാണ്. That is a big deal. നമുക്കറിയാം, ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ
കർത്താവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നവർക്ക് ഒരു കിരീടമുണ്ട്. And ശരീരത്തിന്റെ ആഗ്രഹം. those who gain victory over the flesh and its desires, they have a special crown. അതെ. What is that crown? ഇൻകറപ്റ്റബിൾ ക്രൗൺ, വാടാത്ത കിരീടം. An incorruptible crown. വാടാത്ത കിരീടം. It cannot fade or it cannot corrupt. സ്വർഗത്തിൽ നിന്ന് വാടാത്ത കിരീടം കിട്ടുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കറിയാം അവൻ കർത്താവിന് വേണ്ടി തന്റെ ആഗ്രഹങ്ങളെയൊക്കെ ഫ്ലഷ്ലി ഡിസൈർസിനെ പിടിച്ചടക്കിയാണ്. So if you see a person in heaven who has this incorruptible crown, you know that he is a person who gained victory over flesh. തീരാത്ത കാലമാണ് സ്വർഗം. And it is heaven is for eternity. ആ നിത്യത മുഴുവൻ ഒരു വ്യക്തി വാടാത്ത കിരീടം പ്രാപിച്ച് നടക്കുമ്പോൾ എല്ലാവരും അവനെ ആദരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ഭൂമിയിൽ ആള് നല്ലതായിരുന്നുവെന്ന്. And for eternity it is going to be there on his head. This is an incorruptible crown, and when you see it there, you will always know that this person walked right on earth. നമ്മുടെ സ്വർഗത്തിൽ ചിലപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ What if we do not get that crown? ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, നിങ്ങളാരും ഇതിനെ ഇറക്കി വിടുകയും ചെയ്യരുത്. And don't send me out. എപ്പോഴും മികയിലൊക്കെ പറയാം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവനാണ് അത്ര ശരിയല്ല, And all the people there in heaven, they will say, ഇവനാണ് അത്ര ശരിയല്ല. yeah, this person was not that good. ഇവൻ ഭൂമിയിൽ വെച്ച് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പിടിച്ചടക്കില്ല. This person did not overcome his desires. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ സഭ കൂടി വരുമ്പോൾ സാത്താന്റെ കോട്ടകൾ വിറയ്ക്കാനായിട്ട് തുടങ്ങും, കിടുങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു ചിന്തയുള്ളവർക്ക് മാത്രമേ സഭയുടെ പ്രാർത്ഥനാ യോഗത്തിന് വരാനായിട്ട് സമയം ഉണ്ടാകുകയുള്ളൂ. Only a person who realizes this warfare that is going on, who is warring against Satan's kingdom, only such a person would be able to come and make up his mind to come for a prayer meeting. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മുടെ സഭായോഗങ്ങൾ ഇതൊക്കെയാണ്. So remember all the meetings that we have in our church. ബൈബിൾ സ്റ്റഡി, ഉപദേശം കേൾക്കുക. First is the apostles' teaching, the Bible രണ്ട്, study. കൂട്ടായ്മ മീറ്റിംഗ്സ്. Second is the fellowship meetings. മൂന്നാമത് ദൈവസഭയുടെ ആരാധനായോഗം. And third is the breaking of bread, the worship meeting. നാലാമത് പ്രാർത്ഥനായോഗങ്ങൾ. Fourth is the prayer meeting. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ ഇതിലേതെങ്കിലും പോകാത്ത ഏതെങ്കിലും ഉഴപ്പിനോ ഈ സഭയിലുണ്ടെങ്കിൽ So from this next week onwards, anybody who neglects these meetings, നിങ്ങളുടെ ജീവിതം ശരിയാക്കിക്കോളും. you put your life in order. ദൈവത്തിന്റെ ആത്മാവ് എന്നും ഒരു മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. The Lord's Spirit will not keep on dealing continuously. ദൈവവചനത്തോട് നമുക്ക് നീതി പുലർത്തുവാൻ ഈ പഠനവും കാരണമാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us to be true and maintain truthfully study the Scripture and the Word of God.